പ്രവാസലോകത്തെ വാർത്തകൾ. വിദേശ പണമിടപാടുകൾക്ക് 5% നികുതി ചുമത്താൻ നിർദ്ദേശിക്കുന്ന ബിൽ അവതരിപ്പിച്ച് US. ഇന്ത്യൻ പ്രവാസികൾ ആശങ്കയിൽ. പുതിയ നിയമം നടപ്പിലായാൽ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിന് ചെലവേറും. US പൗരന്മാരല്ലാത്തവർ നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര പണ കൈമാറ്റങ്ങൾക്കും 5% നികുതിയാണ് ഏർപ്പെടുത്തിയത്. ബിൽ പാസായാൽ H1B, F1 പോലുള്ള കുടിയേറ്റ ഇതര വിസകളിലേക്കുള്ള വ്യക്തികൾക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കും നികുതി ബാധകമാകും. വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി നടത്തുന്ന കൈമാറ്റങ്ങൾക്ക് ട്രാൻസ്ഫർ പോയിന്റിൽ തന്നെ നികുതി ചുമത്തും. ഈ നിർദ്ദേശം ഇതുവരെ കോൺഗ്രസ് പാസാക്കിയിട്ടില്ല. പക്ഷേ അംഗീകരിക്കപ്പെട്ടാൽ 2025 ജൂലൈ മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നേക്കാം. അമേരിക്കയിലെ കടുത്ത റിപ്പബ്ലിക്കന്മാർ ദീർഘകാലമായി നടത്തിവരുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നാണിത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2023 ഇത് $129 ബില്യൺ ആയിരുന്നു. ഇതിൽ ഏകദേശം $32 ബില്യൺ അമേരിക്കയിൽ നിന്നാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയതായി റിപ്പോർട്ട്. വ്യാപാര തീരുവ സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ഓഹരി വിപണിയെ ഉത്തേജിപ്പിച്ചതാണ് ഇതിന് കാരണമായത്. ആഗോള ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് തിരികെ ഒഴുകുന്നു. ബില്യൺ ഡോളറിന്റെ കോർപ്പറേറ്റ് ഫിനാൻസിംഗ് ഇടപാടുകൾ നയിക്കുകയും ഓഹരി വിലകൾ 7 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. US-ഉമായി കരാറിലേർപ്പെടുന്ന ആദ്യ രാജ്യങ്ങളൊന്നായി ഇന്ത്യ മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ NSE നിഫ്റ്റി 50 സൂചിക ഈ ആഴ്ച ഉയർന്നു. ഒക്ടോബറിന് ശേഷമാണ് ഇത്രയും വർധന. ഒക്ടോബറിനും ഫെബ്രുവരിക്കുമിടയിൽ $25 ബില്യൺ ഇന്ത്യൻ ഓഹരികൾ വിറ്റിരുന്നു. വ്യാപാര യുദ്ധത്തെ തുടർന്നുണ്ടായ അസ്ഥിരതയും ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങളും ഉണ്ടായിരുന്നിട്ടും നിക്ഷേപകർ ഈ പാദത്തിൽ $2.5 ബില്യൺ സമാഹരിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US തീരുവകൾ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നികുതിയാണ് ഇന്ത്യ നേരിടുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയെയാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയും UAE-യും തമ്മിൽ ഒപ്പുവെച്ചത് $20,000 കോടി കരാറുകൾ. ട്രംപിന്റെ UAE സന്ദർശനത്തിനിടെ വ്യോമയാനം, പ്രകൃതിവാതക ഉൽപ്പാദനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് കരാറുകൾ ഒപ്പിട്ടത്. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ട്രംപ് UAE-യിലെത്തിയത്. ട്രംപിന് വൻ വരവേൽപ്പാണ് നൽകിയത്. UAE സന്ദർശിക്കുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. 10 വർഷത്തിനിടെ അമേരിക്കയിൽ $1,00,000 കോടി നിക്ഷേപം UAE നടത്തുമെന്നും പ്രഖ്യാപിച്ചു. ബോയിംഗ്, GE എയ്റോസ്പേസ്, ഇത്തിഹാദ് എയർവേസ് എന്നിവ തമ്മിൽ $1,450 കോടി ധാരണാപത്രത്തിലും ഒപ്പുവെച്ചു. അബുദാബിയിൽ പുതിയ 5 ജിഗാവാട്ട് ശേഷിയുള്ള UAE-US ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസ് തുറക്കാനും ധാരണയായി. ഇതിന്റെ ആദ്യഘട്ടം ട്രംപും ഷെയ്ഖ് മുഹമ്മദും ചേർന്ന് നിർവഹിച്ചു. പ്രകൃതിവാതക മേഖലയിൽ അമേരിക്കൻ കമ്പനികളായ എക്സോൺ മൊബിൽ, ഓക്സിഡന്റൽ പെട്രോളിയം, EOG റിസോഴ്സസ് എന്നിവയുമായി അഡ്നോക് $6,000 കോടി കരാറിലെത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമ്പന്നരായ വിദേശികൾക്ക് ബ്രിട്ടനിൽ നിക്ഷേപിക്കാനും സ്ഥിരതാമസമാക്കാനും നിക്ഷേപക വിസ നൽകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലീൻ എനർജി, ലൈഫ് സയൻസ് എന്നീ മേഖലകളിലെ വ്യക്തികൾക്കായിരിക്കും വിസ നൽകുക. നിർണായകമായ മേഖലകളിൽ നിക്ഷേപം നടത്തിയാൽ സമ്പന്നരായ വിദേശ പൗരന്മാർക്ക് ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാം. സമീപകാല നികുതി വർധനവും വർക്ക് പെർമിറ്റുകളിലെ നിയന്ത്രണങ്ങളും നികത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ നിർദ്ദേശം പരിശോധിച്ചു വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലീൻ എനർജി, ലൈഫ് സയൻസ് തുടങ്ങിയവയാണ് നിർണായക മേഖലകൾ. പഴയ ഗോൾഡൻ വിസയ്ക്ക് പകരമായാണ് പുതിയ വിസ. ടയർ 1 നിക്ഷേപക വിസ 2022 കൺസർവേറ്റീവ് ഗവൺമെന്റ് റദ്ദാക്കിയിരുന്നു. പ്രത്യേകിച്ച് റഷ്യയുമായി ബന്ധമുള്ള സമ്പന്നരായ വ്യക്തികൾ പണം വെളുപ്പിക്കാൻ ദുരുപയോഗം ചെയ്തുവെന്ന ആശങ്കയെ തുടർന്നാണിത്. ബ്രിട്ടീഷ് കമ്പനികളിൽ കുറഞ്ഞത് £2 മില്യൺ നിക്ഷേപിച്ച വിദേശികൾക്കാണ് ടയർ 1 വിസ വഴി താമസാനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇത്തിഹാദ് റെയിലിന്റെ അതിവേഗ പാസഞ്ചർ ട്രെയിൻ സർവീസ് അടുത്ത വർഷം ആരംഭിക്കും. ദുബായിൽ നിന്ന് അബുദാബിയിലെത്താൻ 57 മിനിറ്റ് മതിയാകും. UAE-യിലെ ഏറ്റവും വലിയ ഗതാഗത പദ്ധതികളിലൊന്നായ ഇത്തിഹാദ് പാസഞ്ചർ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. 2026 പാസഞ്ചർ ട്രെയിൻ സർവീസ് തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിലോടുന്ന പാസഞ്ചർ ട്രെയിനിൽ 400 പേർക്ക് യാത്ര ചെയ്യാം. പടിഞ്ഞാറ് അൽസില മുതൽ വടക്ക് ഹുജൈറ വരെ UAE-യിൽ ഉടനീളമുള്ള 11 നഗരങ്ങളെയും മറ്റു ഉൾപ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചാണ് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അബുദാബി ദുബായ് യാത്രാ സമയം 57 മിനിറ്റും അബുദാബി ഹുജൈറ യാത്രയ്ക്ക് 105 മിനിറ്റും മതിയാകും. വൈഫൈ, ചാർജിംഗ്, സംഗീതം, ഫുഡ് കോർണർ എന്നിവയെല്ലാം ഉണ്ടാകും. കുടുംബങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കുമെല്ലാം താങ്ങാവുന്ന രീതിയിലായിരിക്കും ടിക്കറ്റ് നിരക്ക്. നിലവിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടി ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഏകീകൃത ടിക്കറ്റായിരിക്കും അനുവദിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.